ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഗെയിമായിട്ടാണ്. ഈ ഗെയിം കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. അപ്പോൾ ചില ആൾക്കാർക്ക് വിഷമങ്ങളൊക്കെ കാണും. എൻ്റെ കയ്യിൽ PC ഇല്ല, ഫോൺ മാത്രമേ ഉള്ളൂ, അങ്ങനെ ടാബേ ഉള്ളൂ, ഫോണേ ഉള്ളൂ ഒക്കെ വിഷമം കാണും ചില ആൾക്കാർക്ക്. അപ്പോൾ ആ ഒരു വിഷമം മാറ്റാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഗെയിമിൻ്റെ പേരാണ് കാർക്ക് സ്ട്രീറ്റ്. സംഭവം എന്ന് പറയുന്നത് നമ്മളെ ഫോർസ ഹൊറൈസൺ പോലെ ഫോണിൽ കളിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഗെയിമാണ്. ഇതിപ്പോൾ ഞാൻ കളിക്കുന്നത് 4GB റാമിലാണ്. ചില ഗെയിമിംഗ് ഫോണിലൊക്കെ 16GB റാമൊക്കെ വരാൻ സാധ്യതയുണ്ട്, ചില ഫോണിലൊക്കെ കാണും. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് PC-യിലും കമ്പ്യൂട്ടറിലും പിന്നെ ലാപ്ടോപ്പിലൊക്കെ കിട്ടുമെന്നാണ് തോന്നുന്നത്. ഈ കാറക്സ് ഹൈവേ അല്ല, കാറക്സ് സ്ട്രീറ്റ്. ഈ ഗെയിമിൻ്റെ പേര് കാറക്സ് സ്ട്രീറ്റ് എന്നാണ് ഗൈസ്. അപ്പോൾ ഓക്കെ, ഇപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു അപാര സാധനമാണ് ഗൈസ്. ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് GTA 5 വെല്ലുന്നൊരു സാധനമാണിത്. GTA 5 വെട്ടുന്നൊരു സാധനമാണ്. GTA 5 വെട്ടി ഫോർസ ഹൊറൈസൺ അറ്റത്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല. ഓക്കെ, പിന്നെ ഇത് ഒരിക്കലും പഴയ ഫോണുകളിൽ കളിക്കരുത് ഗൈസ്. പഴയ ഫോണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഒരു 4-5 വർഷമൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ബാറ്ററിയൊക്കെ ചൂടായി ഹീറ്റാവുന്ന ഫോണിലൊന്നും ഒരിക്കലും കളിക്കരുത്. ഫോണൊക്കെ അടിച്ചു പോകും ചിലപ്പം. ഓക്കെ 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 അപ്പോൾ ഇതാണ് ഈ ഗെയിമിൻ്റെ ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. ഒരു നല്ല ഗ്രാഫിക്സ് തന്നെയാണ് സംഭവം. ഇതിൻ്റെ ഗെയിമിൻ്റെ സൈസ് എന്ന് പറയുന്നത് എത്ര 1GB അങ്ങനെ വരുന്നത്. പിന്നെ ഇതിനകത്ത് ഒരുപാട് സാധനം ഉണ്ട് ചേച്ചി, ഞാൻ അതൊക്കെ വഴിയെ പറഞ്ഞുതരാം. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു മാപ്പ് എന്ന് പറയുന്നത്. ഇതിനകത്ത് കുറേ ഹോമുണ്ട്, നമുക്ക് ബൈ ചെയ്യാനൊക്കെ പറ്റും. ഇതിനകത്ത് മൊത്തം 3D മാപ്പാണ് കേട്ടോ. എല്ലാം മാപ്പ് 3D ആണ്. പിന്നെ ഇതിനകത്ത് കാർ ഷോറൂം ഉണ്ട്, റിപ്പയർ ഷോപ്പുണ്ട്, പിന്നെ ഒരുപാട് ക്ലബ്ബൊക്കെ ഉണ്ട്, സ്ട്രീറ്റ് ഹണ്ടേഴ്സ്, പിന്നെ അങ്ങനെയുള്ള ജൂനിയേഴ്സ്, അങ്ങനെയുള്ള ഒരുപാട് സംഭവം ഇതിനകത്തുണ്ട്. ഈ ക്ലബ്ബ്, കാറിൻ്റെ ക്ലബ്ബ് നമ്മളെ ഇതുപോലെ തന്നെയാണ്, ഈ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് പോലെ തന്നെയാണ് ക്ലബ്ബ്, ഒരുപാടെണ്ണം ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു ഡ്രിഫ്റ്റിങ്ങിൻ്റെ കോമ്പറ്റീഷൻ ഉണ്ട്, പിന്നെ സിംഗിൾ റേസ് ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് സംഭവമുണ്ട് യെസ്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വണ്ടി കഴുകാൻ പറ്റും. പിന്നെ ഏത് കാർ ഓടിച്ചാലും നമുക്കിപ്പോൾ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും നമ്മളെ ഇഷ്ടത്തിന്. ഓക്കെ, പിന്നെ ഇത് രാത്രി കാണാനായിട്ട്, നൈറ്റ് വ്യൂ കാണാനായിട്ട് എൻ്റെ മോനെ അപാര ലുക്കാണ് ഈ മാപ്പ് കാണാനായിട്ട്. എൻ്റെ മോനെ അത് നിങ്ങൾ കാണേണ്ടത് ഗൈസ്. നമുക്ക് രാത്രി ഞാൻ അത് കാണിച്ചു തരാം ഗൈസ് ഞാൻ. ഓക്കെ, പിന്നെ ഇതൊക്കെ മൗണ്ടൈനൊക്കെ അൺലോക്ക് ചെയ്യണം. അങ്ങനെ റിയൽ മണി കൊടുത്താണ് മേടിക്കാനുള്ളത്. ഓക്കെ, പിന്നെ എല്ലായിടത്തും ചെല്ലുമ്പോൾ അതിൻ്റെ പേരെഴുതി കാണിക്കും. ഇത് പോർട്ടാണ്, ഇത് ഇൻഡസ്ട്രിയൽ സോണാണ്, ഇത് മിഡ് ടൗൺ ആണ്, ഇതൊക്കെ മിഡ് ടൗൺ ആണ്, ഇത് സബർബാണ് ഇതൊക്കെ. പിന്നെ ഇവിടെ വിൻഡ് മില്ലൊക്കെ ഉണ്ട്, വിൻഡ് മില്ല്. ഓക്കെ, പിന്നെ ഇവിടെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ഇവിടെ ഒരു പുഴ വെള്ളച്ചാട്ടം ഉണ്ട്, അറിയില്ല ഗൈസ് എന്തായാലും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് ഇവിടം വരെ പോയിട്ട് വരാം ഗൈസ്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ നല്ല വ്യൂ കിട്ടും. ഇവിടെ ഉള്ള വെള്ളച്ചാട്ടം ആ മാപ്പിൽ തന്നെ കണ്ട ഗൈസ് നിങ്ങൾ. അതിൻ്റെ ആ ഒരു സാധനം തിളക്കം കണ്ട ഗൈസ് ആ വെള്ളത്തിൻ്റെ മാപ്പിൽ തന്നെ എങ്ങനെയാണ്. അപ്പോൾ നേരിട്ട് കാണുമ്പോൾ എന്തായാലും ഗൈസ്. നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം, അങ്ങോട്ട് റൂട്ടിടാം. അപ്പോൾ ഇതിനകത്ത് മാപ്പിൽ റൂട്ടൊക്കെ ഇടാൻ പറ്റും. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ള കാർ ഗൈസ്. അപ്പോൾ ഞാൻ വഴിയെല്ലാം കാണിച്ചു തരാം. പിന്നെ പെട്രോൾ പമ്പ് ഇതാണ്. അയ്യോ, എവിടെ നോക്കിയാൽ വണ്ടി ഓടിക്കുന്നു. ഓക്കെ, അവനെ കുറ്റം പറഞ്ഞൊരു കാര്യമല്ല ഗൈസ്, ഞാനാണ് റോങ് വേ പോയത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ പെട്രോൾ പമ്പ്, ഗ്യാസ് സ്റ്റേഷൻ. ഓക്കെ, ഇവിടെ നമുക്ക് സ്പോട്ട് ഗ്യാസാണ്, പുതിയ കാര്യമാണ് ഗൈസ്. അപ്പോൾ അതിന് 1 കോയിനൊക്കെ കൊടുക്കണം. കോയിനൊക്കെ ഭയങ്കര പാടാണ് ഗൈസ് എടുക്കാൻ.
ഓക്കെ. പിന്നെ ഇവിടെ ടയേഴ്സ് മാറ്റാൻ പറ്റും. ടയേഴ്സ് ഞാൻ സ്പോർട്ട് പ്ലസ് ആണ് ഇട്ടേക്കുന്നത്. സ്ട്രീറ്റ് ഇടാൻ പറ്റും, സ്ട്രീറ്റ് പ്ലസ് ഇടാൻ പറ്റും, സ്പോർട്ട് പ്ലസ്, റേസിംഗ് പ്ലസ്, ഉള്ള ഒരുപാട് സംഭവമുണ്ട് ഗൈസ്. പിന്നെ ഗ്യാസ് ഉണ്ട്. ഗ്യാസ് എന്ന് പറയുന്നത് എന്താ അതെനിക്കറിയില്ല ഗൈസ്. ഗ്യാസ് എന്തിനാന്ന് നടക്കുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ നിട്രോ ഉണ്ട്. നിട്രോ 20 ലിറ്ററാണ് നിട്രോ ഉള്ളത് ഗൈസ്. ചുമ്മാ നിർത്തിയിട്ടിട്ടാണെങ്കിൽ നമുക്ക് നിട്രോ ഇടാം ഗൈസ്. ഇതുണ്ടാ, പക്ഷെ വണ്ടി നീങ്ങി പോകത്തില്ല. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് പോകാം ഗൈസ്. നല്ല രസമാണ് ഗൈസ് അത്. ചില സമയത്ത് ഇതേപോലെ ഗ്ലിച്ചൊക്കെ ആവും. എൻ്റെ മോനെ. ഓക്കെ, പിന്നെ ഇതിനകത്ത് എത്ര അടിച്ചാലും കാർ ഡാമേജ് വരത്തില്ല ഗൈസ്. അതെന്താണെന്ന് എനിക്കറിയില്ല. ഓക്കെ, നമ്മൾ പൂക്കളുടെ ഇടയിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത് 1 വേ ആണോടാ? ഇതൊന്ന് 1 വേ ആണെന്ന് തോന്നുന്നു. അയ്യോ, ചെറുതായിട്ടൊക്കെ ഗ്ലിച്ചാവുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അങ്ങ് എത്തിയിട്ട് കാണാം. നല്ല റോഡ് കിട്ടിയപ്പോഴത്തേക്ക് ഗ്ലിച്ചൊക്കെ പോയി ഗൈസ്. ഇവിടെ നോക്കുമ്പോൾ നമ്മളെ ഹിമാലയത്തിലേക്ക് പോലെ തോന്നുന്നുണ്ട്. ആ മലയൊക്കെ മഞ്ഞ് മൂടി കിടക്കുന്ന പോലെ. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക ഗൈസ്. ലൈക്കും കൂടെ ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക ഗൈസ്. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം ഗൈസ്. ഓക്കെ, ഞാൻ അതിൻ്റെ ഇടയിൽ ആ പോസ്റ്റും പൊളിച്ചിങ്ങ് വെളിയിൽ വന്നു ഗൈസ്. അതെങ്ങനെയാണെന്ന് അറിയില്ല. സാധാരണ വണ്ടി ഇടിച്ച് കഴിഞ്ഞാൽ അത് പൊളിയാത്തതാണ് ഗൈസ്. നമ്മളെ വണ്ടിയാണ് പൊളിയുള്ളത്, പക്ഷേ പൊളിയില്ല. ഓക്കെ, ഇതൊരു മൗണ്ടൻ പോലത്തെ സ്ഥലമൊന്നും എന്താണെന്നറിയില്ല. മൗണ്ടൻ ആണത്. ഓക്കെ, മൗണ്ടൻ്റെ സൈഡിലുള്ള സ്ഥലം തന്നെയാണത്. പിന്നെ ഇതിനകത്ത് ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് നമ്മളെ കാർ മാത്രമല്ല വേറെ പെഡസ്ട്രിയൻസിൻ്റെ കാറും അത്യാവശ്യം നല്ല പോലെ ഇതുണ്ട് ഗൈസ്. നല്ല ഗ്രാഫിക്സാണ്. ഇവിടെ നമുക്ക് വെള്ളച്ചാട്ടം കാണാം ഗൈസ്, റൈറ്റ് സൈഡിൽ. ഫൈനലി ഞാൻ അങ്ങോട്ട് എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ആ ഒരു വീട് ഗൈസ്. നമ്മൾ ഫൈനലി ഇവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, നല്ല അടിപൊളി വ്യൂ ആണ്. നല്ല വെള്ളമൊക്കെ കാണാനായിട്ട് നല്ല ലോയേഴ്സ് ഉണ്ട് ഗൈസ്. എൻ്റെ മോനെ ഗൈസ്, അത് വെള്ളച്ചാട്ടമാണ്. നല്ലപോലെ വീണുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അടിയിൽ ചെല്ലുമ്പോഴത്തേക്കും ആ ഒരു ചാടിയിട്ടുള്ള ഒരു കലങ്ങിയ വെള്ളം ഉണ്ടല്ലോ, ആ വൈറ്റ് കളർ ആ ഒരു താഴെ വരുമ്പോഴത്തേക്കും. പക്ഷെ ആ ഒരു എഫക്റ്റ് ഇല്ല. പക്ഷെ ആ മരത്തിൻ്റെ ഇടയിൽ കൂടെ കാണാനായിട്ട് നല്ല രസമാണ് ഗൈസ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ഗെയിം ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്ന് കളിച്ചും കൂടെ നോക്കുക. കളിച്ചിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റും കൂടെ ചെയ്യുക ഗൈസ്. അപ്പോൾ പറഞ്ഞെന്ന് പറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഗുഡ് ബൈ.